ഞാനുള്ളത് ബോട്ടുചെട്ടി KSRTC സ്റ്റാൻഡിലാണ്. നമുക്കറിയാം, ഇവിടെ തന്നെ കാണുന്നുണ്ട്, സ്റ്റിക്കർ അടക്കം ഒട്ടിച്ചിട്ടുണ്ട്, പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്നുള്ളത്. നമുക്ക് ബസ്സിലുള്ളവരോട് തന്നെ ഇതിന്റെ പ്രതികരണം ചോദിക്കേണ്ടതുണ്ട്. ചേട്ടാ, നാളെ മുതലാണല്ലേ സൗജന്യ യാത്ര? എന്തൊക്കെയാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം? ഞങ്ങൾക്ക് നിർദ്ദേശം അങ്ങനെയായിട്ടും പ്രത്യേകിച്ച് നൽകിയിട്ടൊന്നുമില്ല. നാളെ 8:30 ലേഡീസിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ ടിക്കറ്റ് കൊടുക്കണം എല്ലാവർക്കും. അത് സീറോ ബാലൻസ് ആയിരിക്കണം അത് കാണിക്കുക. എങ്ങനെയാണ് ഈ ഒരു പെട്ടെന്ന് സൗജന്യ യാത്രയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടോ? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആശങ്കയില്ല. ഞങ്ങൾ ശമ്പളത്തിന്റെ കാര്യം മാത്രമേ ആശങ്കയുള്ളൂ. അപ്പോ ഇനി അതിന്റെ ചർച്ചകളൊക്കെ നടക്കേണ്ടതുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ? ആയിട്ടുണ്ടെന്ന്. അപ്പോ ഇവർക്ക് ശമ്പളത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ആശങ്ക എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അപ്പോ എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഒരു തീരുമാനത്തെ കാണുന്നത് എന്നുള്ളതാണ്. യാത്രക്കാരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏട്ടാ, നാളെ മുതൽ സൗജന്യ യാത്രയാണ് നൽകുന്നത്. എങ്ങനെയാണ് പ്രതികരിക്കുന്നതിനോട്? സൗജന്യ യാത്രയാക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ ബസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടാക്കണം. ഞങ്ങളെപ്പോലെ മലപ്പുറം ഭാഗത്തേക്കാണ്, ഞങ്ങളുടെ അവിടെയൊന്നും ഒരൊറ്റ KSRTC ബസ് പോലും ഓടുന്നില്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് എല്ലാ സ്ത്രീകൾക്കും ആ അവസരം വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു സ്ത്രീകൾക്ക് മാത്രമാണ് ഇപ്പോൾ യാത്ര സൗജന്യമായിട്ട് നൽകുന്നത്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സ്ത്രീകൾക്കാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എന്താണെന്നറിയോ, ഈ പിന്നെ തിരുവനന്തപുരം, കൊല്ലം മാത്രം സൗത്ത് ഭാഗത്തേക്കൊക്കെ കാരണം ഓർഡിനറി ബസ്സുകൾ ധാരാളമുണ്ട്. അവർക്ക് അതിന്റെ ഗുണം കിട്ടും. പക്ഷെ ഈ മലബാർ ഏരിയയിലേക്കൊക്കെ ഈ സൗകര്യം വളരെ കുറവാണ്, തീരെ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പൊ അതൊരു വിവേചനമാണ്. അപ്പൊ അവിടേക്കും കൂടി ആയി കഴിഞ്ഞാൽ പാർട്ടായിട്ട് ആദ്യം സ്ത്രീകൾക്ക് പിന്നീട് പുരുഷന്മാർക്ക് കിട്ടിയാൽ മതി. ആദ്യം എല്ലാം വേണമെന്ന് പറയുന്നില്ല. മാത്രമല്ല KSRTCന്റെ അവസ്ഥ നമുക്ക് കുറെയൊക്കെ അറിയാം. അവരുടെ അത് വെച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു യൂണിഫോം ആയിട്ട് കിട്ടണം എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. എങ്ങനെ കാണുന്നു? അപ്പോ ഈ ഒരു മലബാർ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്കറിയാം KSRTC ബസ്സുകൾ കുറവാണ്. ആ ഒരു അഭിപ്രായം മാത്രമാണ് ഇവർക്കുള്ളത്.